വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തോട് ചേർന്ന് കിടക്കുന്നതാണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ടുള്ള കോവളം. കോവളത്തിൻ്റെ പ്രാധാന്യം അങ്ങ് തന്നെ പലതവണ ഇവിടെ പറഞ്ഞിട്ടുള്ളതുമാണ്. കേരളത്തെ അറിയാത്തവർ പോലും കോവളത്തെ അറിയുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരെ അങ്ങ് നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ തുറമുഖം യാഥാർത്ഥ്യമാകുന്ന പശ്ചാത്തലത്തിൽ കോവളത്തെ ടൂറിസത്തെ കൂടുതൽ സജീവമാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പഠനങ്ങൾ നടത്തി പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് വ്യക്തമാക്കാമോ? സാർ, കേരളത്തെ അറിയാത്തവർ മാത്രമല്ല കോവളത്തെ അറിയുന്നു ഞാൻ പറഞ്ഞു. സാർ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോലും വരുന്നത് കോവളത്ത് വരാൻ വേണ്ടിയാണ് എന്നുള്ള നിലയിൽ വിദേശ സഞ്ചാരികളുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ കോവളത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കിഫ്ബിയുടെ ഒരു വലിയ ബൃഹത് പദ്ധതി, നല്ല തുക ചെലവഴിച്ചുകൊണ്ടുള്ള പദ്ധതിയുണ്ട്. അത് നമുക്ക് യാഥാർത്ഥ്യമാക്കണം. അതിന് കുറച്ച് സമയമെടുത്തു എന്നുള്ളതൊരു പ്രശ്നമാണ്. കിഫ്ബിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്കത് എത്രയും വേഗത്തിൽ അത് യാഥാർത്ഥ്യമാക്കാൻ കൂട്ടായി നിന്നുകൊണ്ട് ഇടപെടാം. എല്ലാ നിലയിലും ഇടപെട്ട് മുന്നോട്ട് പോകും.